പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് നമുക്ക് ഭക്തിയോടെ ഈ പ്രാർത്ഥനയിലായിരിക്കാം. ഈ അനുഗ്രഹീത ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ കുരിശിലെ വേദനയിലേക്ക് നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും ചേർത്ത് വയ്ക്കാം. അവിടുന്ന് അതെല്ലാം ഏറ്റെടുത്ത് നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും സന്തോഷമാക്കി മാറ്റും. നമ്മുടെ വേദനകൾക്ക് അവസാനമുണ്ടാകും. പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഉറപ്പായും അത് കേൾക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യും. അത്രമേൽ ശക്തിയുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത. ആ അമ്മയുടെ മുൻപിൽ നമുക്ക് കൈകൾ കൂപ്പി ഭയഭക്തിയോടെ ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ മക്കൾ ഇതാ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. തളർന്ന ഹൃദയവുമായി നീറുന്ന നൊമ്പരവുമായി അമ്മയെ തേടിയെത്തുന്ന എല്ലാ മക്കളെയും അമ്മ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെക്കണമേ. ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിലൂടെ ഒഴുക്കിയ തിരുരക്തം ഞങ്ങളുടെ മേലൊന്ന് ഒഴുക്കണമേ. ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കറകളും മായ്ച്ചു കളയണമേ. ഞങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ. ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഈശോയിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, മാപ്പ് അപേക്ഷിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഈശോയെ, നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങൾ മറന്നുപോയി. ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഇപ്പോൾ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടിയെത്തിയതുപോലെ നാഥ, ഞങ്ങളും പരിശുദ്ധാമ്മയുടെ കരം പിടിച്ച് അങ്ങയെ തേടി വന്നിരിക്കുകയാണ്. ഞങ്ങളെ അങ്ങയോട് ചേർത്ത് വെക്കണമേ. ഞങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ. ഞങ്ങളുടെ കുറവുകളെല്ലാം നികത്തേണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പോരായ്മകളും നികത്തേണമേ. ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ. അമ്മേ മാതാവേ, അങ്ങേ പുത്രനോടമ്മ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിത ഭാരങ്ങൾക്ക് വേണ്ടി അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. വഴിയാത്രയിൽ അമ്മ ഞങ്ങൾക്ക് പ്രകാശമായി കൂടെയായിരിക്കണമേ. അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, അമ്മ സ്വർഗത്തിൻ്റെ ഭൂമിയുടെ രാജ്ഞിയാണല്ലോ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു വരണമേ. ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ. എല്ലാ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുടുംബജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ. അവർ ഓരോരുത്തരും ആയിരിക്കുന്ന മേഖലകളിൽ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. ജോലിക്കായി പലയിടങ്ങളിലായിരിക്കുന്ന മക്കൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ. ഓരോ മക്കളുടെയും പ്രയാസ നേരങ്ങളിൽ, പ്രതിസന്ധി നേരങ്ങളിൽ അമ്മ വഴികാട്ടിയായി കൂടെ ആയിരിക്കണമേ. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. ഒരു കുഞ്ഞു പോലും ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. നാളേക്ക് വേണ്ടുന്ന മക്കളായി ജീവിപ്പാൻ അമ്മ അവരെ ഒരുക്കണമേ. അമ്മ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ അവരെയും പഠിപ്പിക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ ഈ പ്രാർത്ഥനയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. അമ്മേ മാതാവെ, തക്ക സമയത്ത് ഇടപെടണമേ. അമ്മേ മാതാവെ, അന്യദേശങ്ങളിലേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മയെ ശക്തമായി ഇടപെടണമേ. ഓരോ മക്കളും ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കരസ്ഥമാക്കുവാൻ തക്കവിധം അമ്മ അവരെ ഇടയാക്കണമേ. അമ്മേ മാതാവേ, ഏറെ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, കൃപാസന മാതാവേ, ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല നാഥ. ഈശോനാഥ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യങ്ങളിലൂടെ കണ്ണീരോടെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിവാഹം നടത്താൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ഇടപെടണമേ. ഓരോ മക്കൾക്കും അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന തുണയെ കാണിച്ചു കൊടുക്കണമേ. നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ അമ്മ അവരെ യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ദിനംതോറും കൃപാസനത്തിലേക്ക് എത്തുന്ന എല്ലാ മക്കളെയും ചേർത്തണയ്ക്കണമേ. എല്ലാ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് അമ്മ പറന്നിറങ്ങണമേ. എല്ലാ മക്കളുടെയും ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ. വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് യാചനകൾക്കും ഉത്തരം നൽകണമേ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് കടന്നു ചെല്ലണമേ. അവരുടെ
ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ. അവർക്ക് മറുപടി കൊടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി കടന്നു വരണമേ. അമ്മേ മാതാവേ, ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, ഈശോയോട് ചേർന്നായിരിക്കാൻ, ഈശോയെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും അങ്ങയിലേക്ക് നൽകുകയാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ കണ്ട് ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അധ്യാപകരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിൽ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, നിരവധിയായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നിരവധിയായ മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ അമ്മ സഹായിക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, പൂർണ്ണമായി ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളെ കൈവിടരുതേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവർ, പ്രയാസത്തിലും പ്രതിസന്ധിയിലും കഴിയുന്നവർ, രോഗാവസ്ഥയിൽ കഴിയുന്നവർ, ഭാരപ്പെട്ട് ജീവിക്കുന്നവർ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ മക്കളുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്നവരെ അമ്മ ആശ്വസിപ്പിക്കണമേ. തകർച്ചയുടെ ദുഃഖത്തിൽ കഴിയുന്നവരെ അമ്മ ഉയർത്തണമേ. അമ്മേ മാതാവേ, ആരാലും നിന്ദിക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.